അപ്പൊ അടുത്ത സ്പെഷ്യൽ വണ്ടിയിലേക്ക് കടന്നാലോ? അടുത്ത സ്പെഷ്യൽ വണ്ടി കാണുമ്പോ തന്നെ അറിയാലോ, പഞ്ചാബികളാണ് ഇത്രയും വണ്ടി. അപ്പുറത്ത് കോടാലി ഉണ്ട്, ഇപ്പുറത്ത് ഷവലുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് തട്ടമുട്ടൊന്നുമില്ല. ആകെ ഈ ബമ്പർ പെയിന്റ് അടിച്ചിട്ടുണ്ട്, ഈ ബമ്പർ റീപെയിന്റ് അടിച്ചിട്ടുണ്ട്. ടയറൊക്കെ നല്ല പക്കാലോ, ഈ കാര്യങ്ങളെല്ലാം വന്ന വണ്ടിയാ, നല്ല വണ്ടിയാ. ഇന്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കണം. നമുക്ക് അതിനനുസരിച്ച് സംസാരിച്ച് കുറച്ച് വാങ്ങിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. കമ്പനി ശരിക്കും ഇതിന് സീറ്റ് കവർ വരൂല, ഇതിന് എക്സ്ട്രാ സീറ്റ് അടിച്ചേക്കണേ. അപ്പൊ ഇതിന്റെ വില എന്ന് പറയണതാണ് രസം. ഇതിന്റെ വില എന്ന് പറയണത് സിറ്റിയിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്, ഒതുങ്ങി കിടക്കുന്ന വണ്ടിയാണ്. ഗായ്സ്, അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കാസു കൊച്ചിയിൽ വീഡിയോ ചെയ്യാൻ വന്ന മഹത്തായ ദിവസമാണ് ഇന്ന്. എറണാകുളം ജില്ലയിലെ യൂസ്ഡ് കാർ ഷോറൂമാണ് കാസു കൊച്ചി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികൾ വന്നിട്ടുണ്ട്. സെഡാൻ ഉണ്ട്, റീ രജിസ്ട്രേഷൻ വണ്ടിയുണ്ട്, പിന്നെ പ്രീമിയം വണ്ടിയുണ്ട്, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ആ വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വലിച്ചു കിട്ടാതെ നമുക്ക് നേരെ ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെട്ടു തുടങ്ങാം കേട്ടോ. അപ്പോൾ കാസു കൊച്ചിയിലെ മാഹിനിക്ക അണ്ണാടേക്ക് ഇട്ട് സുന്ദരനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടായിക്കാ പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു. പിന്നെ അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയായിട്ട് പരിചയപ്പെട്ടു തുടങ്ങിയാലോ? നമുക്ക് ആദ്യം പ്രീമിയം വണ്ടി തന്നെ തുടങ്ങാം. ഓടി ഇത് വരുന്നത് 2015 മോഡലാണ്. 15 മോഡല് 3.5 ക്വാർട്ടർ എഞ്ചിനാണ്. ഡീസൽ വണ്ടി, 70,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഇത് നമ്മൾ വിത്ത് NOC വണ്ടി ചോദിക്കണത് 13,50,000 രൂപയാണ്. പിന്നെ വില നിങ്ങൾ നോക്കണ്ട, ഞാൻ പറഞ്ഞിട്ടില്ലേ, അടുത്ത് വന്നതിന് നമുക്ക് ഇത് കുറച്ച് കൊടുക്കാം. അപ്പൊ ഇങ്ങോട്ട് നമ്പർ ആക്കാൻ എക്സ്ട്രാ പൈസയും വരും. ഇതിപ്പോ നിലവിൽ വിത്ത് NOCയിലാണ് നമ്മൾ കൊടുക്കണം. അതാണ് ഈ 13,50,000 രൂപ നമ്മൾ ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ് പ്രൈസ്, ചെയ്ത് കൊടുക്കാം. എല്ലാ വണ്ടിയുടെയും പ്രൈസ് നെഗോഷ്യബിൾ ആണ്, എല്ലാം നെഗോഷ്യബിൾ ആണ്, ചെയ്ത് കൊടുക്കാം. ഇത് ഏത് മോഡലായിരുന്നു? 2015. 2015 ആകുമ്പോ ഫിനാൻസ് ഉണ്ടല്ലോ? ഫിനാൻസ് ചെയ്ത് കൊടുക്കാം, ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. എത്ര വരെ 10 രൂപ 12 രൂപ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. നല്ല പക്ക ട്രാക്ക് ഉള്ളവർക്ക് 10 രൂപ 12 രൂപ ഫിനാൻസ് ചെയ്യാം. നമുക്ക് ഏത് ഇയർ മുതൽ അങ്ങോട്ടാണ് ഫിനാൻസ് കിട്ടുന്ന വണ്ടി? ഫിനാൻസ് ഇപ്പൊ നിലവില് 2012 മുതൽ മേലോട്ടുള്ള വണ്ടികൾക്കാണ് കിട്ടുക. 2011 മുതൽ മേലോട്ടുള്ള കിട്ടും, പക്ഷെ EMI കൂടുതലാവും. EMI ഭയങ്കരമായിട്ട് കൂടി പോകും. അത് ഒരു വർഷത്തേക്ക് വരുമ്പോഴത്തേക്കും 1,09,000 ചില്ലറ രൂപ വരും. അങ്ങനെ വരും. അപ്പൊ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ നമുക്ക് കാണിച്ചു കൊടുത്താലോ? വണ്ടി കമ്പനി സർവീസ് ആണ്, വേറെ മേജർ ആക്സിഡന്റ് തട്ടാമുട്ടൊന്നുമില്ല. വണ്ടിയുടേതായ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റായിട്ട് തന്നെ കിടക്കണേണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടല്ലോ, റിയറും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. ഫുൾ പക്ക നീറ്റായിട്ട് കിടക്കുകയാണ്. 2 എഞ്ചിൻ വന്നുണ്ട് ഈ വണ്ടി. 2 എഞ്ചിൻ വന്നു. 2 ലിറ്റർ ക്വാർട്ടർ ഇത് എഞ്ചിനുണ്ട്, 3.5 ഉണ്ട്. അങ്ങനെ 2 എഞ്ചിൻ വന്നുണ്ട്. 3.5ലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഓടിയുടെ ഡീറ്റെയിൽസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. ഇന്നത്തെ വീഡിയോയിലെ ഒറ്റ വണ്ടിയും എങ്ങനെ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾ എന്തെങ്കിലും ഇല്ല, ഇതിനകത്ത് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്തെങ്കിലും വില ടച്ചപ്പ് റീപെയിന്റ് ചെയ്തേക്കണ വണ്ടികളുണ്ട്, അതിനടുത്ത് പറഞ്ഞുതരാം. അത് വണ്ടിയുടെ അടുത്ത് വരുമ്പോൾ പറയൂട്ടോ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് വ്യക്തമായിട്ട് പെയിന്റ് ചെറിയ മൈന്യൂട്ടായുള്ള പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് അടുത്ത 2 ഇരട്ട വണ്ടികളാണ്. 2 ഇരട്ട വണ്ടികൾ കണ്ട ഏകദേശം ഒരു നമ്പർ വ്യത്യാസമുണ്ട്. പിന്നെ ഇതില്ല, ലോഗമില്ല. ബാക്കി മോഡലും കിലോമീറ്ററും ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കി മോഡലൊക്കെ വെച്ച് ഓപ്ഷനൊക്കെ വെച്ച് എല്ലാം ഒരേ ഇത് തന്നെ. 2 സൺറൂഫ് ഉള്ള VX ആണ്. ഇത് 2015 മോഡലാണ്. ഈ 2015 മോഡല് ഹോണ്ട സിറ്റി VX പെട്രോൾ വണ്ടി. ഇത് 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ചെറിയ ടച്ച് ആൻഡ് പോളിഷ് വർക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷനൊക്കെ ടയറും അങ്ങനത്തെ നല്ല കണ്ടീഷൻ, സൺറൂഫും ഉണ്ട്, എല്ലാം പക്ക വർക്കിംഗ് വണ്ടി. അപ്പൊ ഈ വണ്ടി ചോദിക്കണ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,80,000 രൂപ ചോദിക്കാം. 60,000 കിലോമീറ്റർ ഓടിക്കൊണ്ടും സിംഗിൾ ഓൺഷിപ്പ് ആയതുകൊണ്ടാണ് ചോദിക്കണം. വില നോക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഇത് പാർട്ടി നമുക്ക് പാർക്കൻസലിൽ വന്നേക്കണ വണ്ടിയാ. അപ്പൊ നമുക്ക് വില നമുക്ക് നോക്കണ്ട, നമുക്ക് അതിനനുസരിച്ച് സംസാരിച്ച് കുറച്ച് വാങ്ങിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. 60,000 കിലോമീറ്റർ ഓടിയ 2015 മോഡൽ സിറ്റി. ഇതാണ് വില എന്ന് പറയുന്നത്. 2015 ആകുമ്പോൾ ഫിനാൻസ് ഉണ്ടാവുമല്ലോ? ഫിനാൻസ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഒരു 6 രൂപ താഴേക്ക് ഫിനാൻസ് ചെയ്യാം. 6 രൂപ നല്ല ട്രാക്കുള്ള 6.5 രൂപ വരെയും ചെയ്യാം, കുഴപ്പമില്ല. ഇത് വരുമ്പോഴത്തേക്ക് 2016 മോഡലാണ്.
ഇത് 80,000 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഫുൾ കമ്പനി സർവീസ് വണ്ടി. ചെറിയ ഡെന്റും ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ. ഹെഡ്ലൈറ്റ് മങ്ങിയൊക്കെ ഉണ്ട്. ഇത് അവര് ഇതിന്റെ ഓണർ സെക്കൻഡറി വണ്ടിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരും പാർക്ക് ആൻസറിൽ കൊണ്ടിട്ടേക്കെന്താ അത്യാവശ്യം ഒരു പ്രീമിയം കസ്റ്റമർ ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് വേറെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ ഒരു ക്ലാസ് എന്തോ എടുത്ത് അപ്പോ സെക്കൻഡറി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാരോട് പുള്ളി അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടും തന്നേക്കുന്നത്. അപ്പൊ അവര് മറ്റേ കണ്ടിന്യൂസ്, അതായത് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി. അതാണ് 80,000 കിലോമീറ്റർ ആയത്. അത് 60,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇത് 80,000 കിലോമീറ്റർ ആയത്. അപ്പൊ ഇത് നമുക്ക് 7,500 രൂപക്ക് കൊടുക്കാം. ഇതിനും സെയിം ഫിനാൻസിന്റെ ഒക്കെ ഏകദേശം ഫിനാൻസ് സെയിം ഇതൊക്കെ തന്നെ. അതെ 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 7,500 രൂപക്ക് കൊടുക്കാമല്ല, 7,500 രൂപ ചോദിക്കണം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പറയണ റേറ്റ് ആണ്, അത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മള് ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വില കട്ടൻ റേറ്റ് ഒരു വില പറയാൻ പറ്റില്ല. എന്തൊക്കെ വന്നാലും ഒരു കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാർഗെയിനിങ് ഉണ്ടാവും. അത് ഉറപ്പാണ്. അതാണ് ഈ ബിസിനസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലക്കച്ചവടമായാലും വണ്ടിക്കച്ചവടമായാലും ഇനി എന്ത് മാടിന്റെ കച്ചവടമായാലും, അതായത് പശു ആടിനെ വാങ്ങിക്കാൻ പോയാലും ഇതിന് ബാർഗെയിനിങ് ഉണ്ടാവും. അത് എന്തൊരു സാധനത്തിനും പറയുക, നമ്മൾ ലുലുമാളിലെ മറ്റേ സാധനം സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കണ പോലെ അല്ലേ? ശരിയല്ലേ? അപ്പൊ പറ്റൂല. കൊട്ടയിലേക്ക് എടുത്താൽ ബില്ലടിക്കുക പോരാ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്തൊക്കെ വന്നാലും ബാർഗെയിനിങ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അന്ന് കരുതി നമ്മൾ വലിയ വില കയറ്റിയിട്ടിട്ട് കുറച്ച് കൊടുക്കുന്ന പരിപാടി ഇല്ല. പുറത്ത് അന്വേഷിച്ചോട്ടെ, എല്ലാവരും മാർക്കറ്റ് വില പുറത്ത് അന്വേഷിച്ചോട്ടെ. പുറത്ത് അന്വേഷിച്ചിട്ട് എങ്ങനെയാണ് വില നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി തന്നെ നല്ല. അത് കമ്പനി സീറ്റ് കവർ തന്നെ, രണ്ടും അതുപോലെ തന്നെ. കമ്പനി സീറ്റ് കവർ എങ്ങനെ വന്നു അതേ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് ആ വണ്ടിയുടെ തുറന്ന് കാണിക്കാം. അത് ഇവിടെ സ്പേസ് ഇത്തിരി കുറവാണ്. ഈ വണ്ടി ഓപ്പൺ അല്ലേ? ഇത് ഓപ്പൺ ആണ്. ഇത് ഓപ്പൺ ആണ്. രണ്ട് വണ്ടിയിലും ടയർ കണ്ടീഷൻ ഏകദേശം 60-50% മേലെ ഉള്ളതാണ് കേട്ടോ. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ രണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലേ? ഓട്ടോമാറ്റിക് ആണ്. അത് പറയാൻ പറഞ്ഞു. രണ്ട് വണ്ടിയും ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടും. ഇന്റീരിയറൊക്കെ നല്ല നീറ്റ് ആയിട്ടൊക്കെയാണ്. സീറ്റിനൊന്നും ഡാമേജ് ഒന്നും ഇല്ല. അടിപൊളിയായിട്ട് തന്നെ നിൽക്കുകയാണ്. ഫ്രഷ് ലുക്കിൽ തന്നെ നിൽക്കുകയുണ്ടോ. ബാക്ക് സൈഡും കൂടി നിങ്ങളൊന്ന് നോക്കൂ. ഇതിനെ ഈ വണ്ടിയിലേക്കായും ഒരു 20,000 കിലോമീറ്റർ ഈ വണ്ടി കൂടുതൽ ഓടിയുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ ഇന്റീരിയറൊക്കെ കണ്ട നല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ജപ്പാനാണ്. അതാണ് അതിന്റെ ഗുണം. ജപ്പാൻ ക്വാളിറ്റി എന്ന് പറയും. ഇതാണ് ജപ്പാൻ ക്വാളിറ്റിയാണ് സാധനം. അപ്പൊ ഇരട്ട സിറ്റിയിൽ നിന്ന് നമ്മൾ അടുത്ത വണ്ടിയിലേക്ക് പോകണ്ടോ? അടുത്ത വണ്ടി ഫിഗോ ഉണ്ട്. പക്ഷെ ഇത് അഡ്വാൻസ് ആയി കിടക്കണേ, ടോക്കൻ ആയിക്കണേ. അടുത്ത വണ്ടി നമ്മുടെ ഇത് ഓട്ടോമാറ്റിക് വണ്ടി. ഏറെ ആൾക്കാർ ചെറിയ ഓട്ടോമാറ്റിക് വണ്ടി ഇഷ്ടം പോലെ അന്വേഷിച്ച് കിടക്കുന്നവരുണ്ട്. അല്ലെ? ഓട്ടോമാറ്റിക് വണ്ടി എനിക്കും ഒരുപാട് എൻക്വയറി ഉണ്ട്. ഇപ്പൊ ഇത് അധികം ദിവസമായിട്ടുള്ള വന്നിട്ട് വണ്ടി നല്ല വണ്ടിയാണ്. ഇത് 2016 മോഡല് i10 ഗ്രാൻഡ് ഓട്ടോമാറ്റിക് ആസ്ത. ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് ഇത്. 46,000 കിലോമീറ്റർ ഓടിയേക്കണ്. ലാസ്റ്റ് സർവീസ് പുറത്ത് ചെയ്തേക്കണം. അതിന് മുമ്പ് വരെ കമ്പനി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3-4 സർവീസ് കമ്പനി ചെയ്തിട്ടുള്ളൂ. ഒരു പ്രായമായിട്ടുള്ള ഒരു പുള്ളിയുടെ വണ്ടിയാണ്. അവർ ഹുണ്ടായിന്ന് തന്നെ പുതിയ വണ്ടി എടുത്ത് അങ്ങനെ എക്സ്ചേഞ്ച് വന്നിട്ട് അങ്ങനെ എടുത്ത വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് തട്ടമുട്ടൊന്നുമില്ല. ആകെ ഈ ബമ്പർ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഈ ബമ്പർ റീപെയിന്റ് അടിച്ചിട്ടുണ്ട്. ബാക്കിലും ടയറൊക്കെ നല്ല പക്കാലോ. ഈ കാര്യങ്ങളെല്ലാം നല്ല വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കണം. 46,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ വണ്ടി. ഇത് നമ്മൾ 4,95,000 രൂപ ചോദിക്കണം. ചോദിക്കണ വിലയാണ് ഇപ്പോഴും പറയുന്നത്. നമ്മൾ ചോദിക്കണ വിലയാണ്. നിങ്ങൾ വണ്ടി ആദ്യം വന്ന് കണ്ടു നോക്കിയിട്ട് ഓടിച്ചൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് വിലയിൽ നമുക്ക് സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് കുഴപ്പമില്ല. അപ്പൊ ഇന്റീരിയർ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആയിട്ട് തന്നെ നിൽക്കണ്ടോ. കമ്പനി എങ്ങനെയാണ് വന്നത് അതുപോലെ തന്നെയാണ്. ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നത്. റിയർ സീറ്റ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ലേഡീസിനൊക്കെ ഒന്ന് ഹാൻഡിൽ സിറ്റിയിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഒതുങ്ങി കിടക്കുന്ന വണ്ടിയാണല്ലോ. ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഇന്നത്തെ കാലത്ത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പിന്നെ അതും ചെറിയ വണ്ടി. അതെ. അപ്പൊ വീണ്ടും നമ്മളൊരു ഇരട്ട വണ്ടിയിലേക്ക് പോവാണ്. അടുത്തതും ഇനി ഇരട്ട വണ്ടികൾ കൂടുതൽ ഇനിയുണ്ട്. ഇനി ശരിക്കും പറഞ്ഞ 2 ഓടിക്ക് ഉത്തിരി ഉണ്ടായി. ഒരെണ്ണം കച്ചവടമായി പോയതാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഒരു വൈറ്റ് വണ്ടി കൂടി ഉണ്ട്. അത് വരാനുണ്ട്. മൊത്തം 3 വണ്ടി. പിന്നെ ക്രിസ്റ്റ 3 ഉണ്ടായി. അതും ഇന്ന് അതിന്റെ ഓണർ നമ്മുടെ ഒരു സുഹൃത്തിന് വാങ്ങിച്ചു കൊടുത്താണ് വണ്ടി. അപ്പൊ അവര് ഇപ്പൊ പുള്ളിയുടെ ഫാദർ പുറത്തേക്ക് പോകണോണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അതും കൊടുക്കാനുള്ളതുകൊണ്ട് പുള്ളിയെ പിന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ കൊണ്ടുവന്ന് ഇടണോന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അവർക്ക് എന്തോ ഒരു അർജന്റായിട്ട് എന്തോ ഒരു ഓട്ടം വന്നപ്പോൾ അവർ കൊണ്ടുപോയതാണ്. അതും സെയിം ഇതുപോലെ ഈ ഷേപ്പ് 22 മോഡല് ഈ ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി ഞാൻ തന്നെ ചെയ്തു കൊടുത്ത വണ്ടി. ഇത് 22 മോഡൽ അല്ല, ഇത് 2017 മോഡൽ വണ്ടിയാണ്. 2017 മോഡൽ വണ്ടി. G4 അതായത് GX മാനുവൽ ആണ് വണ്ടി. രണ്ടും മാനുവൽ വണ്ടിയാ. ഹരിയാന രജിസ്ട്രേഷൻ വണ്ടികളാണ്. ഇത് ഒരു കമ്പനിയുടെ വണ്ടിയായിരുന്നേ.
ഒരു കമ്പനിയുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ബേസിൽ, അതായത് ടാക്സി അല്ല, പ്രൈവറ്റിൽ തന്നെ അവര് കോൺട്രാക്ട് ബേസിൽ മറ്റേ നമ്മുടെ എന്താ ഇതിനെ പറയാ, വായിൽ കിട്ടല്ല, ഒരു ഇതുണ്ട് മറ്റേ നമ്മുടെ എയർപോർട്ടിന്റെ ഒക്കെ ഒരു സംഭവം ഉണ്ട്, അവിടുത്തെ മെയിൻ ആൾക്കാരനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ആകെ ഈ വണ്ടി കാണിച്ചു. ഈ വണ്ടിയിൽ ആകെ ഈ സീറ്റിൽ മാത്രം ഒരാൾ ഇരുന്ന് യാത്ര ചെയ്തിട്ടുള്ളൂ. അതായത് ഇല്ല ഉപയോഗിച്ചിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ പെയിന്റ് പോയക്കണോ, വേറെ എവിടെയും പെയിന്റ് പോയിട്ടില്ല. ആ ഇത് വേണ്ട, എന്നെ ടച്ച് ചെയ്തിട്ടില്ല. അതെ, ഇവിടെ പെയിന്റ് പോയിക്കണോ, ഈ ബീഡിങ് ഇതായിട്ട് ബാക്കി ഒരു സ്ഥലത്തേയും പോയിട്ടില്ല. അതായത് ഇവിടെ മാത്രം ഒരാൾ ഇരുന്നിട്ടുള്ളൂ. അത് തന്നെ, അതെ അതെ അതെ. സീറ്റ് കവറൊക്കെ നല്ല സീറ്റ്. ഇത് ബാക്കി മോഡൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 2017 മോഡൽ ക്രിസ്റ്റ GX ആണ്. GX മാനുവല് 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ അയ്യോ എന്ന് പറയണ്ട. ടൊയോട്ടയില് ഫുൾ കമ്പനി, അതായത് ഒരു നെട്ടാ ബോൾട്ടാ മാറിയേക്കണത് വരെ ടൊയോട്ട ഹിസ്റ്ററി ഉണ്ട്, ഹരിയാനയിൽ ഹിസ്റ്ററി ഉണ്ട്. ഇത് 2,30,000 കിലോമീറ്റർ ഓടിയേക്കണ്, ഫുൾ കമ്പനി സർവീസ്. അത് ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് 6,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ ഈ വണ്ടി. ഇത് 2,17,000 കിലോമീറ്റർ, ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് 2,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 2,000 കിലോമീറ്റർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചുകൊണ്ട് വന്നതിന്റെ ഉണ്ടാ, അവിടുന്ന് ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ്. ഇതും രണ്ടു വണ്ടി ഒന്നിച്ചുകൊണ്ടുവന്ന. ഇത് ഫേസ് ലിഫ്റ്റും ചെയ്തിട്ടുണ്ട്. ഇത് ഈ 2017 ഈ ഷേപ്പ് അല്ല വണ്ടി. ഇത് 2022 ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രില്ലും ഈ ബമ്പറും മാറും. ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അത് ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇത് നോർമൽ ഇത് തന്നെയാണ്. അപ്പൊ ഇത് പെയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ വണ്ടിയിൽ ആ ഡോറിന്റെ സൈഡിൽ ലൈൻ ഉണ്ട്. അപ്പൊ ഈ ഡോറിന്റെ സൈഡ് വേണ്ട, ഇവിടെയൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്ത് ആ സ്ക്രാച്ച് ഇരിക്കും. ഇത്രയും ഭാഗം സ്ക്രാച്ച് ആണെങ്കിൽ ആ സ്ക്രാച്ച് ആയിട്ട് പെയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പോർഷൻ ആയിട്ട് നമ്മൾ പെയിന്റ് ചെയ്തിരിക്കും. അങ്ങനെ നല്ല വൃത്തിക്കാണ് ചെയ്തേക്കുന്നത്. അത് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ വില എന്ന് പറയുന്നതാണ് രസം. ഇതിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് വണ്ടി ഇവിടുത്തെ രജിസ്ട്രേഷൻ, കേരള രജിസ്ട്രേഷൻ അടക്കം 14,70,000. 2 വണ്ടി സെയിം വിലയാണ്. 14,70,000 രൂപ നമ്മൾ ചോദിക്കണത്. ചോദിക്കണ വില കേട്ടാ, ചോദിക്കണ വില. അപ്പൊ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. കൂടാതെ നമുക്ക് മറ്റേ ഫിനാൻസ് വേണ്ടവർക്ക്, നല്ല പക്ക ട്രാക്ക് ഉള്ളവർക്കാണ് ഈ 12 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 12 മേലോട്ടും കയറും. ഇൻഷുറൻസ് കുറവാണ്, ഫുൾ കവർ ഇൻഷുറൻസ് രണ്ടിനും. ID വാല്യൂ കുറവാണ്, 10 ലക്ഷം രൂപ താഴെ ഉള്ളൂ. പക്ഷെ ലോൺ നമുക്ക് IDV കയറ്റിയിടേണ്ടി വരും. ലോൺ അത്ര എമൗണ്ട് വേണ്ടവർക്ക്, അത്ര എമൗണ്ട് വേണ്ടാത്തവർക്ക് കുഴപ്പമില്ല. 2.25 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ്, 2.25 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്റ്റ ഇറക്കാം. പുതിയ വണ്ടി എടുക്കണമെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണം. പിന്നെ പുതിയ 2 വണ്ടിയുടെ കാശും കൂടി കൂട്ടി കഴിഞ്ഞാൽ പുതിയ വണ്ടിയുടെ വില, പുതിയ വണ്ടി വാങ്ങിക്കുന്ന കാശുണ്ടെങ്കിൽ 2 വണ്ടി മേടിക്കാം. 30 ലക്ഷം രൂപ താഴെയാവും. അല്ല 30 ലക്ഷം രൂപ താഴെയല്ല, 30 ലക്ഷം രൂപ മേലെയാവും. അപ്പം ഒരു പുതിയ വണ്ടി മേടിക്കുന്ന കാശിന് രണ്ട് ക്രിസ്റ്റ മേടിക്കാം. നല്ല ഇന്റീരിയറൊക്കെ നല്ല ക്വാളിറ്റിയിൽ ഇരിക്കണ വണ്ടിയാ. ഇതിന്റെ ഫുള്ള് ബ്ലാക്ക് ആണ്. ഇതിന്റെ ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് നിൽക്കണം. അപ്പർ സൈഡിൽ നിന്ന് എടുത്തോളാം. ഇത് ഫുള്ള് ബ്ലാക്ക്, മറ്റേ കമ്പനി വരുന്ന ടൈപ്പ്. വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ട് കമ്പനി ശരിക്കും ഇതിന് സീറ്റ് കവർ വരൂല. ഇതിന് എക്സ്ട്രാ സീറ്റ് അടിച്ചേക്കണേ. ഇത് കൂടിയ ലെതറാണ്. ഇത് നിങ്ങക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ബ്രാൻഡ് ഉണ്ട്. ഇവിടെ ഇവിടെ ഉണ്ട്. നല്ല കൂടിയ സീറ്റ് കവർ അടക്കണം. അപ്പൊ ഇതാണ് അതിന്റെ മറ്റേ വണ്ടിയുടെ എന്ന് പറയുമ്പോ ഒരു ബ്രൗൺ കളറിലേക്ക് ആക്കിയിട്ടുണ്ട്. മറ്റേത് ശരിക്കും ഇസഡ് എവിടെ പോയാ ഇസഡിന് വന്ന മോഡല് ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോ ഒരു ഇസഡിനാണ് ഇങ്ങനത്തെ സീറ്റ് കവർ വന്നത്. ഇത് GX ആണല്ലോ. ഇതും സെപ്പറേറ്റ് ചെയ്തല്ലോ കമ്പനി? ഇല്ല ഇത് സെപ്പറേറ്റ് ചെയ്തേക്കണ്ട, കമ്പനിയിലല്ല പുറത്ത് ചെയ്തേക്കണ്ട. അപ്പൊ ഇതാണ് ഇന്നോവ ക്രിസ്റ്റയുടെ കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് തന്നെ വണ്ടി കിട്ടുന്നതായിരിക്കും. അതെ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിലെ ഒരു വണ്ടി എന്ന് പറയാം, സെഡാൻ വണ്ടി, സെഡാൻ സ്വിഫ്റ്റ് ഡിസയർ. ഇതൊരു കസ്റ്റമർ നമുക്ക് പാർക്ക് ആൻഡ് സെല്ലിന് കൊണ്ടിട്ടേക്കെന്താ, അവര് പുതിയ വണ്ടി, കിയയുടെ പുതിയ വണ്ടി എടുത്തു, പെട്രോൾ വണ്ടിയാണ്. അപ്പൊ ഇത് പെട്രോൾ, ഇത് 2011 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXi ആണ്. 70 സംതിങ് കിലോമീറ്റർ ഓടിയേക്കണ്. ഓണർഷിപ്പ് സെക്കൻഡ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഇത് 2,60,000 രൂപ ചോദിക്കണത്. 11 മോഡലാകുമ്പോ ഫിനാൻസ് ചെയ്യാം, പക്ഷെ EMI ഒരുപാട് വലിയ എമൗണ്ടിലേക്ക് വരും, അതാണ് ഒരു വിഷയം. അപ്പൊ അത് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പൊ അത് നമുക്ക് കണ്ടീഷൻ നമുക്ക് ഒരു എബോ ആവറേജ് കണ്ടീഷൻ. എബോ ആവറേജ് എഞ്ചിനൊക്കെ പക്കയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പെയിന്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. നമ്മൾ എടുത്തിട്ടേക്കണ വണ്ടിയല്ല, നമ്മൾ എടുത്തിട്ടേക്കണ വണ്ടിയൊക്കെ ആണെങ്കിൽ ഫുള്ള് ഇപ്പൊ ക്രിസ്റ്റ ഉണ്ടല്ലോ, അതുപോലെ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇടും. നമ്മൾ എടുത്തിട്ടേക്കണ വണ്ടിയല്ല. കസ്റ്റമറിന്റെ അടുത്ത് നമുക്ക് പറഞ്ഞാൽ അവർ വിൽക്കാൻ പോണ വണ്ടി ആയതുകൊണ്ട് അവരൊന്നും ചെയ്യില്ല, ശരിയല്ലേ? അവരുടെ പൈസ പിന്നെ ലോസിലേക്ക് പോകും. അവർ ഉപയോഗിച്ച വണ്ടി അവരൊരിക്കലും ലാഭത്തിനല്ലായിരിക്കുമല്ലോ വണ്ടി കൊടുക്കുന്നത്. ഇന്റീരിയർ കുഴപ്പമില്ല, അത്യാവശ്യം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്കിംഗ് ആണ്. ടയർ അത്യാവശ്യം, ടയർ ഇല്ല, അത്യാവശ്യം എന്ന് പറയാനില്ല, ടയർ ഇല്ല, ടയർ കുറവാണ്. എന്നാലും ഇത് വില ഇതുപോലെ തന്നെ 2,60,000 ചോദിക്കുന്നതാണ്, കസ്റ്റമർ ചോദിക്കുന്ന വിലയാണ്. നിങ്ങൾ വന്ന് കണ്ട് അവർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് കസ്റ്റമറായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് കുറച്ച് വാങ്ങിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നടന്നതിന് തന്നെ ചെറിയൊരു കമ്മീഷൻ നമ്മൾ ഈടാക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വണ്ടിയാണല്ലേ? അടുത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി അല്ല ഉദ്ദേശം, ഞാൻ വേറൊരു സ്പെഷ്യൽ വണ്ടി ഉണ്ട്, അതാണ് ഞാൻ അത് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പെഷ്യൽ വണ്ടിയിലേക്ക് പോകാം. ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് 2018 മോഡലാണ്. 2018 മോഡല് ബലീനോ ഡെൽറ്റ ഓപ്ഷൻ പെട്രോള്. 57,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. ഡെൽറ്റ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെ, അതായത് ആൽഫയാണ് ഏറ്റവും ടോപ്പ് ഉണ്ട്, അതിന്റെ താഴെ സീറ്റ, അതിന്റെ താഴെ ഡെൽറ്റ. പിന്നെ അത് അലോയിൽ മാത്രമില്ല, ബാക്കി മറ്റേ മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉണ്ട്, എയർ ബാഗ്, ABS അങ്ങനെ എല്ലാം ഉണ്ട്. ബാക്ക് വൈപ്പർ ഇല്ല, അലോയിലും ഇല്ല, ബാക്ക് വൈപ്പറും ഇല്ല, അതാണ് ഇതായിട്ടുള്ളത്. പിന്നെ ഹെഡ്ലൈറ്റും നോർമൽ ഹെഡ്ലൈറ്റാ. ഏറ്റവും ടോപ്പ് എൻഡിന് മറ്റേ പ്രൊജക്ടർ ലാമ്പാണ് വന്നത്. ഇത് എത്ര കിലോമീറ്റർ ഓടിയതാക്കാം? ഇത് 57,000 കിലോമീറ്റർ ഓടിയേക്കണം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെ വണ്ടിയാണ്, അവൻ ഗൾഫിലാണ്. അതിനെ കൊടുത്ത വണ്ടിയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് വണ്ടിയാണ്. ഇതും ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഈ വണ്ടി എടുത്തിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്ക്രാച്ച് മേജർ ആക്സിഡന്റ് തട്ടാൻ മുട്ടൊന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട്, ഇളമക്കര പോപ്പുലറിൽ ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള അവിടെ സർവീസ് ചെയ്യണ വണ്ടിയാണ്. നല്ല വണ്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി. ഈ ചോദിക്കണ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,50,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ഫുള്ള് ലോൺ കൊടുക്കാം, ഫുള്ള് ലോൺ കിട്ടും. സീറോ ഡൗൺ പേയ്മെന്റിൽ ഫുൾ ലോൺ കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വണ്ടി കൊണ്ട് പിന്നെ ഒരു ജാസ് ഉണ്ട്, അതിനാ പിന്നെ കാണിക്കുന്നത്. അതിന് വേറെ ഒന്നല്ല, ഫ്ലഡ് പെട്ട വണ്ടിയാണ് ആ വണ്ടി. ഇത് അതൊന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ആ വണ്ടി ഫ്ലഡിൽ പെട്ടിട്ട് പണിത വണ്ടി. അത് വേണമെങ്കിൽ അതിന്റെ ഞാൻ കാണിച്ചു തരാം, വീഡിയോ കാണിച്ചു തരാം. പണ്ടൊരു ഹോണ്ട സിറ്റി ചെയ്തിട്ടുണ്ട് നമ്മ, ഫ്ലഡിൽ പെട്ട് ഫ്ലോർ ലെവല്. പക്ഷെ ഇത് ഫുൾ ആയിട്ട് കയറിയതാണ്, പക്ഷെ ഇപ്പൊ ഫുൾ പണിത വണ്ടിയാണ്. അത് ഞാൻ കാണിച്ചു തരാം, അത് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞില്ലേ? ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്, ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ആ വണ്ടിയും കിട്ടും, ഈ വണ്ടിയും കിട്ടും. അടുത്ത സ്പെഷ്യൽ വണ്ടിയിലേക്ക് കടന്നാലോ? അടുത്ത സ്പെഷ്യൽ വണ്ടിയാണ്, അടുത്ത പഞ്ചാബിയാണ്. പഞ്ചാബിയാണ്, ഇത് കാണുമ്പോ തന്നെ അറിയാലോ, പഞ്ചാബികളാണ് ഇത്രയും വണ്ടി. പഞ്ചാബി ഇത് ഇമ്പോർട്ട് ചെയ്തതാ. അപ്പുറത്ത് കോടാലി ഉണ്ട്, ഇപ്പുറത്ത് ഷൗലുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാ ഈ തടിയുടെ സംഭവങ്ങൾ? ഞാൻ ആദ്യം വന്നപ്പോ ചോദിച്ചു, അതെന്താന്ന് വെച്ചാലേ, ഇത് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇവിടെ ശരിക്കും ഒരു ബുഷാണ് വന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞൊരു ബുഷാണ് വന്നത്. അപ്പോൾ ആ ബുഷിന്റെ ഈ സാധനം ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇതായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുഷാണ് വന്നത്. സാധാ ജീപ്പിനൊക്കെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഒരു ബുഷ് ഉണ്ടാവും. ഇതൊരു ഫാൻസി ഒരു ഇതിന് വേണ്ടിയിട്ട് ഇത് തേക്കാണത്. ഇത് ഫാൻസി ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണത്. അല്ലാണ്ട് വലിയ പ്രത്യേകിച്ച് കാര്യമായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബി സ്റ്റൈലിലാണ് ഇറക്കിയേക്കണം. നമ്മുടെ ലോ ബോണറ്റ് മറ്റേ ഒരു മിനിറ്റ് ഇടാ, ഇതെടുത്ത് അങ്ങോട്ട് കളഞ്ഞേക്കണ്ടേ, ചൂടെടുത്തിട്ട് രക്ഷയില്ല. ചൂടെടുത്തിട്ട് രക്ഷയില്ല, നേരത്തെ വെച്ചാണ്. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വില്ലീസ് കച്ചൈസും മോഡല് ആ ഷേപ്പാണ്, ലോ ബോണറ്റിൽ വന്ന ഷേപ്പാണ്. പക്ഷെ 1997 മോഡലാ. അത് കേരള വണ്ടി കണ്ടാ, റീവണ്ടി അല്ല, കേരള വണ്ടി. ഈ വണ്ടി എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഓണർ ഈ വണ്ടി ജീപ്പ് ഇവിടുന്ന് ട്രക്കി കയറ്റി പഞ്ചാബി കൊണ്ടിട്ട് പണിയിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന. അത് പുള്ളി ഒരുപാട് പൈസ മുടക്കിയതാ. അതായത് ഇതിനകത്ത് DA ടർബോ എഞ്ചിനാണ്, അതുപോലെ സസ്പെൻഷൻ വരെ ബൊലേറോടെയാണ്.
4 വീൽ ഡ്രൈവ് അല്ല, മാനുവലാണ്. പിന്നെ ആ കണസാ ലൈറ്റ് കാര്യങ്ങളുണ്ട്, പഞ്ചാബ് സ്റ്റൈലിൽ പെട്ടതാണ്. നമുക്ക് ഇത് ഇഷ്ടപ്പെടൂല. പിന്നെ ഇത് ലീഗലും അല്ല ഇങ്ങനെയുള്ള ഈ സാധനങ്ങളൊന്നും ലീഗൽ, ഈ ലൈറ്റ് ഇട്ടാ ലൈറ്റ് ഒന്നും ലീഗലില്ല. ടയറും മാറ്റി കഴിഞ്ഞാൽ ടയർ എന്താന്ന് വെച്ചാല് ബാക്കിലെ ടയർ കണ്ട ഒരു ഇത്തിരി ചാടിയിട്ടുള്ളൂ. ഈ ഫ്രണ്ടിലെ ടയർ ശരിക്കും ചാടിയുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൊലേറോടെ ഈ ഫ്രണ്ടിൽ ഈ സസ്പെൻഷന്റെ ഈ സാധനവും ഇതൊക്കെ ബൊലേറോടെയാണ്. ഏത് ബൊലേറോയിലും ഈ സെയിം ടയർ ഇട്ട് കഴിഞ്ഞാൽ ചാടി നിൽക്കുള്ളൂ. അതുപോലെ തന്നെ ചാടിയിരിക്കുന്നതാണ്. ഇതിപ്പോ നോർമൽ ടയർ, ജീപ്പിന്റെ ടയർ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ചെറുതാവും. ഇത് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ചാടിക്കാൻ വേണ്ടിട്ട്. സ്പേസർ ഒന്നും ഇട്ടിട്ടില്ല. ചിലവര് സ്പേസർ ഒക്കെ ഇടും, ഇതിനകത്ത് സ്പേസർ ഒന്നും ഇട്ടിട്ടില്ല. എങ്ങനെ നിക്കോളൂ. ഇത് ശരിക്കും പറഞ്ഞ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി അല്ല. മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം ലീഗൽ അല്ല വണ്ടി. ലീഗൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അന്ന് ബാക്കി വേറെ കാര്യങ്ങൾ ടയർ ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ്. വേറെ ഒന്നും ആ ലൈറ്റുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇതെന്താണ് മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ജീപ്പാണ്. ഓപ്പൺ ജീപ്പിൽ AC ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എടാ ബഷീർ താക്കോല് എന്നുള്ള ജീപ്പിന്റെ ഭയങ്കര രസമാണ്. സാധാ ജീപ്പ് പോലെ അല്ല. ടോപ്പ് ഉണ്ട്, പടുതുണ്ട്, അതിനാ ഊരിയിട്ടാണത്. അങ്ങനെ സംഭവങ്ങൾ. ഇന്നോവയുടെ സീറ്റ് ഉണ്ട്. ഇന്നോവയുടെ ഈ സീറ്റ് കാര്യങ്ങള് അത് ഇന്നോവയുടെ ബാക്കിൽ തന്നെ സീറ്റാ. ഇത് എക്സ്ട്രാ നമ്മള് മറ്റേ റാലി സീറ്റിന്റെ മോഡല് സാധനം കയറ്റിയേക്കെന്താ മനസ്സിലായ. അതുപോലെ സാധാ ജീപ്പിനേക്കാളും ഇതിനകത്ത് പവർ സ്റ്റിയറിങ് ഒറ്റടിക്ക് സ്റ്റാർട്ടാൻ വേണ്ടി പവർ സ്റ്റിയറിംഗ് ആണ്. വേണ്ട പഴം എന്ന് പറയാം. ഇത് എക്സ്ട്രാ മറ്റേ സ്റ്റിയറിംഗ് എക്സ്ട്രാ കയറ്റിയേക്കെന്താ AC ഇട്ടിരിക്കാൻ വേണമെങ്കിൽ. ഓപ്പൺ വണ്ടിയില് അത് ഈ ചൂടത്ത് ഇങ്ങനെ വേർത്ത് കുളിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ കളയണം. ഏസിക്ക് നല്ല പവർ ഉണ്ടല്ലേ? ഏസിക്ക് നല്ല ഇതുണ്ട്. നല്ല ഞാൻ ഇടക്ക് AC ഇട്ട് വണ്ടി ഉപയോഗിക്കും. വെയിലത്ത് ഇത്രയും തുറന്നു കിടന്നിട്ട് ഇട്ടപ്പോ തന്നെ കൂളിംഗ് വന്നിട്ടുണ്ട്. പിന്നെ പവർ ബ്രേക്ക്, പവർ സ്റ്റിയറിംഗ്, AC, DA ടർബോ എഞ്ചിൻ. സാധാ ഇതിന്റെ ഇതല്ലേ, ഇതിപ്പോ AC ഇട്ടാറുണ്ട്. ബെൽറ്റിന്റെ സൗണ്ട് ആണ്. ഇല്ല ആ ബെൽറ്റിന്റെ സൗണ്ടാണ്. വണ്ടി അധികം ഓടലല്ല. അപ്പൊ അതിന്റെ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷൻ വരെയും ഒരു പ്രത്യേക സാധാ ജീപ്പ് ഓടിക്കുന്ന പോലെ അല്ല. ഇപ്പൊ നമ്മള് വായുകൊണ്ട് പറഞ്ഞ ആൾക്കാര് ഇങ്ങനത്തെ ക്രൈസ് ഉള്ള വണ്ടിക്ക് ആൾക്കാരുണ്ടെങ്കിൽ അവര് വന്ന് വണ്ടി നോക്കി ഓടിച്ചു നോക്കി കഴിയുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. നമ്മ പറയണ പോലെ നമ്മ പറഞ്ഞതിന് എത്രത്തോളം അവർക്ക് മനസ്സിലാവുന്ന അറിയില്ല. ആ വണ്ടി ഓടിക്കാൻ അതിൻ്റെതായ ഒരു മൂഡ്. സാധാ ജീപ്പ് ഓടിക്കുന്ന പോലെ അല്ല. ഭയങ്കര സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കാം. ഇപ്പൊ ആൾക്കാർക്ക് അറിയാം സാധാ ജീപ്പ് ഓടിക്കാൻ ഇത്തിരി പണിയാണ്. പവർ സ്റ്റിയറിംഗും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി പണിയാണ് സാധാരണ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൊലേറോ ഒക്കെ കൊണ്ടു നടക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഓപ്പണോ ആക്കാം, മറ്റേ സാധനം വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് മൂടി അങ്ങനെ ഇതാക്കാം. ബാക്കിലേക്ക് ഇതിൽ കൂടെ ഇങ്ങനെ ചാടി കയറാം. ഇതെന്ന് പറഞ്ഞാൽ ഇത് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഓഫ് ചെയ്തേക്കാം. കേക്കട്ടെ ശരിക്കും കേട്ടോട്ടെ ആൾക്കാർ. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിന്റെ കസ്റ്റമർ വിൽക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ കയറിയും സാധാരണ ഈ വണ്ടി ബ്രോക്കറും വണ്ടി കച്ചവടക്കാരും പറയണ പോലെ ഏത് സ്ഥല കച്ചവടക്കാരൊക്കെ പറയണ പോലെ വിൽക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, വെറുതെ കൊടുക്കണേ. അതല്ല സംഭവം. ഇത് പുള്ളിക്കാരൻ ഒരു ക്രൈസിന്റെ പുറത്ത് പണിതെടുത്ത വണ്ടിയാണ്. പുള്ളിക്കാരൻ പണിയിപ്പിച്ചാണത്. ഇതുപോലെ ഇവിടുത്തെ വണ്ടി കേരളത്തിലെ വണ്ടി അവിടെ കൊണ്ടുപോയി പണിയിപ്പിച്ചു കൊണ്ടുവന്നത്. അത് അങ്ങോട്ട് ട്രക്കിൽ കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ചും ട്രക്കിൽ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ഇതാക്കിയാണ്. പുള്ളി ഗൾഫിലാണ്. അപ്പോ പുള്ളി ചോദിക്കണ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപയാണ്. അപ്പൊ സാധാരണ ഒരാൾക്ക് കിട്ടി ഇതെന്ത് ഈ ജീപ്പിന് 7 ലക്ഷം രൂപ ഇത്ര മാത്രമെന്ന് പറയും. 97 മോഡൽ വണ്ടി എന്താണെന്നുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക്, ഇതുപോലെ ക്രൈസ് ഉള്ള ആൾക്കാർക്കും മനസ്സിലാവും അതിന്റെ ഇത് മൂല്യങ്ങള്, വണ്ടികളുടെ ഇതായിട്ടുള്ളത്. അത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് സ്പെഷ്യൽ വണ്ടി എന്ന് പറയുന്നത്. ഇതിപ്പോ ഇത്രയും വണ്ടി മാറണം. അല്ലെങ്കിൽ ഞാൻ ഓടിച്ച് കാണിച്ചു തന്നെ, റോഡിലേക്ക് ഇറക്കി കാണിച്ചു. ഇത്രയും വണ്ടികൾ മാറണം, അവിടെ നിന്ന് കുറെ വണ്ടികൾ മാറണം. അല്ലെങ്കിൽ നമുക്ക് ഓടിച്ച് കുറച്ച് ഇല്ലീഗൽ സാധനങ്ങൾ ഇതിനകത്തുള്ളതുകൊണ്ട് റോഡിൽ കൂടി ഇറക്കുമ്പോ റോട്ടിൽ അങ്ങനെ വിഷയമില്ല. ഇപ്പൊ ഞാൻ കൊണ്ടു നടന്നതാണ്. ഞാനിപ്പോ പോലീസൊന്നും കാണിച്ചിട്ട് പോലീസും ഇതൊന്നുമില്ല. MVD ഫൈൻ അടിക്കും. ടയർ പുറത്തേക്ക് ചാടിയിരിക്കണതും ഈ ലൈറ്റ് വെച്ചേക്കണതിനൊക്കെ പിടിക്കും. അത് മാത്രമേ അത് പറയാനുള്ളൂ. ബാക്കി ഇത് ടൂറാണ്.
RC-യിൽ ടൂറർ എന്നാണ് വണ്ടി, അതായത് ഓപ്പൺ വണ്ടികൾക്ക് ടൂറർന്ന് വരും. അതിന്റെ സെഗ്മെന്റിൽ ടൂറർന്ന് വരും, ഒരു ടൂററാണ്. ഓപ്പൺ ജീപ്പിന്റെ ഇതാണ്, വേറെ ഒന്നും ഓൾട്ടർ ചെയ്തൊന്നും ചെയ്തിട്ടില്ല. ആകെ ഓൾട്ടറേഷൻ ഇത് പറയാനുള്ളത് ഈ ടയറും ഈ 2 ലൈറ്റുമാണ്. ഇത് നമ്മുടെ ഇവിടെ കേരള MVD-യിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ അലൗഡ് അല്ല ഈ സംഭവം, അത്രേ ഉള്ളൂ. അത് ഊരിക്കളഞ്ഞ് ടയറ് ബക്ക്ഷോട്ട് ടയർ കയറ്റി അങ്ങനെയൊക്കെ ചെയ്യാം, നമ്മുടേതായ ഇഷ്ടം. പക്ഷെ ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടമുള്ളൂ, അപ്പൊ അവരുടെ രീതിയിൽ അവർ ചെയ്തു വെച്ചേക്കുന്നതാണിത്. രണ്ട് ഇപ്പുറത്ത് ഷവലുണ്ട്, അപ്പുറത്ത് കോടാലിയുണ്ട്, ബാറ്ററിയിൽ മറ്റേ ജെറിക്കാനുണ്ട്. ഈ ക്യാനൊക്കെ ഒരു പീസ് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അറിയാം നമുക്ക്. ജസ്റ്റ് OLX-ൽ അടിച്ച് നോക്കിയാൽ ഈ ക്യാനൊക്കെ മറ്റേ ആർമി ഡിസ്പോസലിന്റെ അവിടെ നിന്നൊക്കെ കുറെ കൊടുക്കാനുണ്ട്. ഓരോ ആൾക്കാർ ഓരോ വില. ഡൽഹിയിൽ വില കുറച്ച് കിട്ടും. ഇല്ല, ഇത് സെയിം അലോയ് തന്നെയാണ് വണ്ടിയുടെ. അതെ അതെ അതെ. താറിന്റെ ലൈറ്റ് ആണ്, അത് മറ്റേ ലൈറ്റ് ആണ്. അതുപോലെ മറ്റേ വണ്ടി വലിക്കണ മറ്റേ ഹുക്ക് ആ സാധനങ്ങള്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ഇല്ല പുള്ളി വണ്ടി വാങ്ങിച്ചിട്ട് അധികം ഓടിച്ചിട്ടില്ല. പുള്ളി ആകെ കുറച്ച് പ്രാവശ്യം എന്തോ ഓടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ആ ഫ്ലഡ് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ വണ്ടി കാണിച്ചു തരാം. അത് ഹോണ്ടയുടെ ജാസ് ആണ്. നമ്മള് ആരെന്ത് പറഞ്ഞാലും ആദ്യം തന്നെ ഫ്ലഡ് ആണെന്ന് പറഞ്ഞു. നമ്മളെല്ലാ വണ്ടി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഹോണ്ട സിറ്റി നിങ്ങൾ കണ്ടോ, ഹോണ്ട സിറ്റി ഇതുപോലെ തന്നെ ഫ്ലഡ് ആണെന്ന് കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഫ്ലഡ് ആയിട്ടുള്ള വണ്ടി. അപ്പൊ അത് പറഞ്ഞിട്ടാണ് കസ്റ്റമർ. ഇത് ഫ്ലഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് 2017 മാനുഫാക്ചറിങ് 18 രജിസ്ട്രേഷൻ വണ്ടി. ഇത് 2018 വെള്ളപ്പൊക്കത്തിൽ, അതായത് എടുത്തിട്ട് വെറും 600 കിലോമീറ്ററിൽ വെള്ളം കയറിയതാണ് ഈ വണ്ടി. പുള്ളിക്കാരൻ എടുത്തിട്ട് 600 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായുള്ളൂ. 600ാമത്തെ കിലോമീറ്ററിൽ ആലുവയിൽ അതിൽ അങ്കമാലി കിടന്ന് വെള്ളം കയറിയ ഈ വണ്ടിയാണ്. അപ്പോൾ ഇത് വെള്ളം കയറിയിട്ട് അവർ ഫുൾ പണിത് എല്ലാം ഓക്കെ. ഇപ്പൊ നിലവിൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ 11,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഓടിച്ചിട്ടില്ല. ഓടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത്രയും നാളായിട്ട് 11,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പുള്ളി ഇപ്പൊ ചോദിക്കണമല്ല എന്ന് പറഞ്ഞാൽ 585. അപ്പൊ വില നോക്കണ്ട, അതും സംസാരിച്ചതിനെ കുറച്ച് കിട്ടും. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. 2017-18 ഹോണ്ട സിറ്റി, ഹോണ്ട ജാസ് VX ഓട്ടോമാറ്റിക്. അപ്പൊ ഇതുപോലെ വണ്ടി വിൽക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വണ്ടിയിൽ ഉണ്ടെങ്കിൽ അത് എന്തായാലും അതെ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ ആവശ്യമുള്ള ആൾക്കാർക്ക്, അതിനുള്ള ആൾക്കാർക്ക് അതെ 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 ഇത് ഇങ്ങനെ ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. 2 വണ്ടി ഇന്ന് ഫുൾ ലോണിലുള്ളതുണ്ട്. 3 ഉണ്ടായിരുന്നു, വേറെ വണ്ടി 2 ദിവസം മുമ്പ് പോയി. കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും വണ്ടി വേണമെന്നില്ല നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുമല്ലോ. പിന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏത് വണ്ടി വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പരിചയമുള്ള ഡീലറിൻ്റെ കയ്യിൽ നിൽക്കുന്ന വണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിൽക്കുന്ന വണ്ടിയോ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ സ്വിഫ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 100 സ്വിഫ്റ്റ് കിട്ടും. നമ്മുടെ കണക്ഷൻസ് വെച്ചിട്ട് വെറുതെ നമ്മുടെ ഇഷ്ടംമാര് ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിനകത്തിട്ട് ഇഷ്ടംമാര് ഇത് കിട്ടും. പക്ഷെ ഇതിന്റെ ബാക്കി ഹിസ്റ്ററി എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അറിയാവുന്ന ഡീലർമാരുടെ അടുത്ത് അവർ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയും. പക്ഷെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷെ അപ്പോൾ അതാണ്. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ വിളിക്കുമ്പോൾ വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് കിട്ടിയില്ല എന്ന് പറയും. നമുക്കും കൂടി ഒരു തൃപ്തിയുള്ള വണ്ടികളെ വിൽക്കാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ക്വാളിറ്റി ഉറപ്പായിരിക്കും ഇവിടെ നിന്ന് എടുക്കുന്ന വണ്ടിക്ക് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, യൂസ്ഡ് കാർ എടുക്കുമ്പോൾ പറ്റിക്കപ്പെടാതിരിക്കാം. എങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാം അല്ലേ, കബളിപ്പിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വണ്ടി എടുക്കുമ്പോൾ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. ആ വീഡിയോയിലും ഇതേ മായിനിക്കയും ഇതേ കാർസൂക്കും കൊച്ചിയും തന്നെ ആയിരുന്നു. അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു. ലൊക്കേഷൻ ഇത് കലൂര് ദേശാഭിമാനി റോഡ്, അത് കലൂർ സ്റ്റേഡിയം കഴിഞ്ഞിട്ട് ദേശാഭിമാനി റോഡ് ഉണ്ട്. ദേശാഭിമാനി റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ അകത്തേക്ക് വരാം. കറുകപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കൗസല്യാനഗർ ബസ് സ്റ്റോപ്പ്. ഈ സ്ഥലത്തിന് കറക്റ്റ് സ്ഥലത്തിനെ പറയുന്നത് അതാണ് ബസ് സ്റ്റോപ്പ്, കൗസല്യാനഗർ ബസ് സ്റ്റോപ്പ്. കൗസല്യാനഗർ ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കാർസൂക്ക് ജില്ലയിലെട്ടോ. അതെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ പറയുന്നതിന്റെ ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മിച്ചോട്ടെ. മറ്റേ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അതായത് എങ്ങനെ ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ പോയി കാർ എടുക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ബൈ ബൈ.